നമസ്കാരം. ഈ അധികാരമുള്ളവൻ്റെയും പണക്കാരൻ്റെയും കൂടെ നടക്കുന്നതും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതും അവർക്ക് വെള്ളമെടുത്തു കൊടുക്കുന്നതും ചായ വാങ്ങിക്കൊടുക്കുന്നതുമൊക്കെ വലിയ അഭിമാനമായി കാണുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. രാഷ്ട്രീയക്കാരുടെ കാര്യമെടുത്താൽ നേതാക്കന്മാരോടൊപ്പം ഒക്കെ നടക്കുന്നവർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളോടൊപ്പം നടക്കാനും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ തലയെത്തിച്ച് തങ്ങളുടെ തല കൂടി ഒന്ന് ക്യാമറയുടെ മുന്നിൽ കാണിക്കാനും ഒക്കെ ചിലർ പെടുന്ന തത്രപ്പാട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലായി പോകും. ഈ രാഷ്ട്രീയക്കാരെ ഇത്രയേറെ വഷളാക്കുന്നത് ഇതുപോലെയുള്ള ആൾക്കാരാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ജോലിക്കാരൻ മാത്രമാണ്. നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൈപ്പറ്റി സുഖമായി ജീവിക്കുന്ന, ഔദ്യോഗിക വസതിയിൽ ഉറങ്ങുന്ന, ഔദ്യോഗിക വാഹനത്തിൽ ചേറിപ്പായുന്ന, വിദേശ ചികിത്സ നടത്തുന്ന, ആജീവനാന്തം പെൻഷൻ വാങ്ങുന്നവരാണ് രാഷ്ട്രീയക്കാർ, മന്ത്രിമാരുമൊക്കെ. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. സാധാരണ ഒരു മനുഷ്യന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. പക്ഷേ അവരെയൊക്കെ രാജാവിൻ്റെ കാലത്തുള്ളതുപോലെ, ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ ചെയ്യുന്നത് കാണുമ്പോൾ അത് വളരെ അവജ്ഞ ഉണ്ടാക്കുന്നതാണ്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന മന്ത്രിസഭയിൽ അംഗങ്ങളായവരോടൊപ്പം നിൽക്കാനും അവരുടെ പ്രീതി പിടിച്ചു പറ്റാനുമൊക്കെ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത്തരത്തിലുള്ള ഒരാളായിരുന്നു എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു എം.ആർ. അജിത് കുമാർ. എം.ആർ. അജിത് കുമാർ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിവാദങ്ങൾ ഒന്നും രണ്ടുമൊന്നുമല്ല. ഇവിടെ നിരവധി IPSകാരുണ്ട്. പക്ഷേ അവരൊന്നും ഈ അജിത് കുമാറിനെ പോലെ ആയിരുന്നില്ല. ഒന്ന് എടുത്തു നോക്കൂ. ഇപ്പോൾ പോലീസ് തലപ്പത്ത് അഴിച്ചുപണി നടന്നിട്ട് പോലും എം.ആർ. അജിത് കുമാറിന് ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. UDF ഗവൺമെൻറ് വന്നു. പക്ഷേ എം.ആർ. അജിത് കുമാറിന് ഇപ്പോഴും അദ്ദേഹം ബെവ്കോയുടെ തലപ്പത്ത് ഇരിക്കുകയാണ്. എക്സൈസ് മന്ത്രിയായ ലിജു തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇദ്ദേഹത്തിന് വേണ്ട എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും എം.ആർ. അജിത് കുമാർ വലിയൊരു വിവാദ നായകനായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. എന്നാലൊന്ന് ഓർത്തു നോക്കൂ, ഇതുപോലൊരു പാവത്താൻ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച്, മറ്റു ചിലരെ അപേക്ഷിച്ച് എം.ആർ. അജിത് കുമാർ ഒരു നിഷ്കളങ്കനാണ്, ഒരു ശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം കാണാൻ വേണ്ടി അദ്ദേഹം മുകളിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ടു. പിണറായി വിജയൻ്റെ പ്രീതിക്ക് പാത്രമാകാനായി, അല്ലെങ്കിൽ P. ശശിയുടെ പ്രീതിക്ക് പാത്രമാകാനായി അവർ പറയുന്നത് കണ്ണുമടച്ചങ്ങ് ചെയ്തു. അതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ഈ പാവപ്പെട്ട എം.ആർ. അജിത് കുമാർ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ കാരണം, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട സരിത്തിനെ, അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പാലക്കാട്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട സ്വപ്ന സുരേഷും സരിത്തും താമസിച്ചിരുന്നത്. അവരുടെ ഫ്ളാറ്റിൽ ചെന്നിട്ടാണ് ഒരു സംഘം ആൾക്കാർ സരിത്തിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്. അന്ന് സ്വപ്ന സുരേഷ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് ആ സരിത്തിനെ അവർ വിട്ടത്. അത് എം.ആർ. അജിത് കുമാർ അയച്ച മഫ്തിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP പോലുമല്ല, അന്ന് വിജിലൻസിലായിരുന്നു എം.ആർ. അജിത് കുമാർ. എന്നിട്ട് പോലും പിണറായി വിജയന് വേണ്ടി അദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളതാണ്. പിന്നീടുണ്ടായത് പൂരം കലക്കൽ. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായി. മന്ത്രി ഫോൺ ചെയ്തിട്ട് പോലും അന്ന് ADGP ആയിരുന്ന അജിത് കുമാർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല, ഉറങ്ങിപ്പോയി എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ വന്നു. അത് BJPയെ സഹായിക്കാനായിരുന്നു എന്ന് വന്നു. അവിടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചു. അത് ഈ പൂരം കലക്കിയത് കൊണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത്. കമ്മികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കുറ്റവും അജിത് കുമാറിൻ്റെ ചുമലിൽ കയറിയ സംഭവം ഉണ്ടായി. മൂന്നാമത്തെ കാര്യം, ഈ നവകേരള സർക്കിട്ടിനിടയിൽ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ടാണ്. എം.ആർ. അജിത് കുമാറിൻ്റെ ഓഫീസിലേക്കാണ് ഈ കേസ് അന്വേഷിച്ചു കൊണ്ടിരുന്ന DYSPയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹം അന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നു, എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 2 ഗ്രേഡ് SIമാർ ഈ DYSPയെ വിരട്ടുകയും അന്വേഷണ റിപ്പോർട്ട് തിരുത്തിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ഈ ഗ്രേഡ് SIമാർ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് എം.ആർ. അജിത് കുമാറിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നും അവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എം.ആർ. അജിത് കുമാർ ചെയ്തതിനൊന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ DGP മൂന്നാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നും, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചട്ടമൊന്നും ഒരു വിഷയമല്ലല്ലോ, നിയമമൊന്നും പാലിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ മൂന്നാം വട്ടം അധികാരത്തിൽ വരികയാണെങ്കിൽ DGP
DGPയുടെ സ്ഥാനത്തേക്ക് തന്നെ അവരോധിക്കുമെന്നുള്ള ഒരു അതിമോഹം ഒരുപക്ഷെ MR അജിത് കുമാറിനുണ്ടായിരിക്കാം. ശശിയൊക്കെ അദ്ദേഹത്തെ കൊതിപ്പിക്കാനായി അങ്ങനെ പറഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം കണ്ണുമടച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ MR അജിത് കുമാർ ചെയ്തത്. എന്തായാലും അതൊക്കെ MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ആകെ ചെയ്തത് ഇവിടെ തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് ഇവിടെ കവടിയാറിൽ അദ്ദേഹം ഒരു 22 സെന്റ് സ്ഥലമോ മറ്റോ വാങ്ങി അവിടെ ഒരു വീട് പണിഞ്ഞതാണ്. അത് 10,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നൊക്കെയാണ് അന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും പറയുന്നില്ല. എന്തായാലും കവടിയാർ പോലെയുള്ള ഒരു സ്ഥലത്ത് 1 സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ പോലും 25 ലക്ഷത്തിലേറെ രൂപ കൊടുക്കണം. 22 സെന്റോ മറ്റോ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 12 സെന്റ് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ്റെതാണെന്ന് പറയുന്നു, 10 സെന്റ് അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നു, ലോൺ എടുത്ത് വാങ്ങിയതാണെന്ന് പറയുന്നു. എന്തായാലും അതായിക്കോട്ടെ, MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയം മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങി മറിച്ചു വിറ്റു എന്നുള്ള ഒരു ആരോപണവും വരുന്നുണ്ട്. എന്തായാലും MR അജിത് കുമാർ ഈ ചെയ്തു കൂട്ടിയതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു, പിണറായി വിജയനും P ശശിക്കും ഒക്കെ വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് കണ്ണും പൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് MR അജിത് കുമാർ ഒരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.